പഴയ രാജോട്ടനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതിലായിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആണ്. എല്ലാം കൊള്ളാം, എല്ലാം പീക്ക് ഒരു പടം, മസ്റ്റ് തിയേറ്റർ വാച്ച്. റോഷാക്ക് പോലെ തന്നെ പക്ഷെ പശ്ചാത്തലം എല്ലാം ഡിഫറെന്റ് ആണ്, ജോണർ എല്ലാം ഡിഫറെന്റ് ആണ്. പക്ഷെ റോഷാക്കിനെ കാളും ബെറ്റർ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. നിസാമിന്റെ ഒരു കാരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. കിടിലം പടം. പാർവതിയും പൃഥ്വിരാജൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പൃഥ്വിരാജൊക്കെ പീക്ക് പെർഫോമൻസ്, കിടിലം. അങ്ങനെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒരു കുഴപ്പമില്ല, നല്ല മസ്റ്റ് വാച്ച് ആണ്, വർത്ത് വാച്ച് ആയിരിക്കും. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോബഡി ആരും ഇല്ലാത്ത പോലെ തന്നെ നോബഡി ആയി പോകും തോന്നുന്നു. കാരണം നിസാം ബഷീറിന്റെ ആ ഒരു സംഭവങ്ങളൊന്നും ഈ പടത്തിൽ കിട്ടുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ ഫീൽ ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഒരു നോർമൽ ടൈപ്പിൽ പടം പോയി. ഒന്നുമില്ല, റോഷാക്ക് വെച്ചൊന്നും കമ്പയർ ചെയ്യാനേ പറ്റൂല. ഒരു ഡാർവിന്റെ പരിണാമത്തിന്റെ വേറൊരു മോഡൽ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ ആൾക്കാർ കണക്ട് ആയില്ല. അത് തന്നെയാണ് മെയിൻ പോരായ്മ. റോഷാക്കിന്റെ അത്ര ഒരു കണക്ഷൻ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തേണ്ട കുറെ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് കുറെ കൺഫ്യൂഷൻസും കുറെ കണക്ട് ആവാത്ത പോലത്തെ ഒരു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കുഴപ്പമില്ല, കൊള്ളാം. പടം കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ കൊള്ളാം. സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു, ഭയങ്കര വലിച്ചഴിച്ച് ഇപ്പൊ ഡയറക്ടറിന് എങ്ങനെ കൊണ്ടുപോയി അവസാനിപ്പിക്കണോന്ന് അറിയാമോ ഇല്ലയോ എന്നുള്ള രീതിയിലാണ് പടം പോയത്. സെക്കൻഡ് ഹാഫ് നല്ല ലാഗായിരുന്നു. ലൈക്ക് ആ ക്യാരക്ടറോട് നമുക്ക് ഒരിക്കലും ഒരു 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 കണക്ഷൻ കിട്ടൂല. നിസാം ബഷീർ എപ്പോഴും പുള്ളി പറഞ്ഞ പോലെ ജോൺറേഴ്സ് മാറ്റി പിടിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു ഹേസ്റ്റ് പ്ലസ് സോഷ്യൽ മെസ്സേജ്, അതാണ് ഹേസ്റ്റിനകത്തൊക്കെ സോഷ്യൽ മെസ്സേജ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വീക്കായി പോകും. പടം കുഴപ്പമില്ല, അത്രേ ഉള്ളൂ, മിസ്റ്റർ ആവറേജ്. കുഴപ്പമില്ല, പടം കൊള്ളാം. നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് പൃഥ്വിരാജ്. കൊള്ളാടാ, കൊള്ളാം. കൊള്ളാം, നല്ല പടം. തേഞ്ഞു ബ്രോ, തേഞ്ഞു. കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് മോശം, നല്ല സൂപ്പർ, നല്ല വളരെ നല്ല ഫിലിം, വളരെ നല്ല പ്രസന്റേഷൻ. നല്ല ഫീൽ, നല്ല കോപ്പമായിരുന്നു. കൊള്ളാം, നല്ല നല്ല പടം. സിനിമാറ്റോഗ്രാഫി ഇതിനെല്ലാവരും മാസ്റ്റർ ക്ലാസ് തന്നെ പറയാം. നിസാം ബഷീർ, സമീർ അബ്ദുലിന്റെ തലയൊക്കെ ശരിക്കും സമ്മതിച്ചു വെക്കണം. റോഷാക്ക് എഴുതിയ അതേ ആൾക്കാർ തന്നെയാണ്. അതിന്റെ റോഷാക്കിന്റെ ടീമാകുമ്പോൾ നമുക്ക് അതിന്റെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ മേളിൽ ഇരിക്കുന്ന പടം വേണം എനിക്ക് ഫീൽ ചെയ്തത്. സൂപ്പറാണ്. ഫസ്റ്റ് മൂവി ഞാൻ കണ്ടിട്ടില്ല. ഈ മൂവി ഫസ്റ്റ് ഹാഫ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് കുറച്ച് ഡൗൺ ആയിട്ട് തോന്നി. പക്ഷെ അതിന്റെ ഒരു തീം സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഐ നോബഡി സൂപ്പറാണ്. നല്ല പടം, കൊള്ളാം. നല്ല പടമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. ആ ഒരു ലാസ്റ്റ് 20 മിനിറ്റ് വെച്ച് നിർത്തിയ പടം കിടിലോ എന്ന് വെച്ചാൽ ടോപ്പ് ക്ലാസ് ഫിലിം മേക്കിംഗ്. നമ്മളിപ്പോ റോർഷയൊക്കെ കണ്ടിട്ടുണ്ട്. റോർഷ വർക്കായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതും വർക്കാവും. പക്ഷെ ആ 20 മിനിറ്റിന്റെ കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയതാ, ഈ ലോജിക്കൽ ഇഷ്യൂസ് വരുത്താതിരിക്കാൻ വേണ്ടി, എന്നാലും ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതിൽ വരാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്ത ഒരു സംഭവമാണെന്നാണ് തോന്നിയത്. എന്നാലും ഓവറോൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കിട്ടില്ല ഫിലിം മേക്കിംഗ് കണ്ടിരിക്കാം.